നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലെ സ്വർണ്ണ കരണ്ടികളാണ് ഈ കാണുന്നത്. ഇത് സ്വർണ്ണ കരണ്ടിയാണ്. നിങ്ങൾ പറയും സ്റ്റീൽ കരണ്ടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ചതാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇത് സ്വർണ്ണ കരണ്ടി തന്നെയാണ്. ഓക്കെ, ഈ സ്വർണ്ണ കരണ്ടി ഇത് വെച്ചാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. അതായത് ഇത് സ്റ്റീൽ കരണ്ടി ആയിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ. പക്ഷെ ഇപ്പോൾ ഇത് സ്വർണ്ണമായി ഞങ്ങൾ സങ്കല്പിക്കുകയാണ്. അതായത് സ്റ്റീൽ കരണ്ടിയിൽ പ്ലാസ്റ്റിക് ഹാൻഡിൽ പിടിപ്പിച്ച നല്ല ഒന്നാം തരം ക്വാളിറ്റിയുള്ള കരണ്ടിയാണിത്. പക്ഷേ ഞങ്ങൾ ഇത് സ്വർണ്ണ കരണ്ടിയായിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് സ്വർണ്ണ കരണ്ടിയിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു. ഓക്കെ, അപ്പോൾ കരണ്ടിയുടെ കാര്യം കഴിഞ്ഞു. ഇനി ഇതാ വേറെ സ്വർണം കൊണ്ടുള്ള കപ്പ് കാണണം. ഇത് ഓക്കെ, സ്വർണം കൊണ്ടുള്ള കപ്പാണ്. പ്ലാസ്റ്റിക് കപ്പാണ്, സമ്മതിച്ചു. പക്ഷെ സംഭവം ഞങ്ങളുടെ സങ്കല്പം കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് പ്ലാസ്റ്റിക് ആയിരുന്നു. മെലാമൈൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഞങ്ങൾ സ്വർണം കൊണ്ടുള്ള കപ്പായിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ജീരകവെള്ളം കുടിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതൊക്കെ നടക്കത്തുള്ളൂ, മനസ്സിലായല്ലേ? ഇനിയിപ്പോൾ ഇതൊക്കെ നടക്കത്തുള്ളൂ. സ്റ്റീൽ കരണ്ടി നമുക്ക് സ്വർണ്ണ കരണ്ടിയായിട്ട് സങ്കല്പിച്ചിട്ട് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കോരി കഴിക്കുക. അതേ നിവർത്തിയുള്ളൂ. അല്ലാതെ സ്വർണ്ണ കരണ്ടി പോയിട്ട് 1 ഗ്രാമിൻ്റെ സ്വർണം പോലും വാങ്ങിക്കാൻ ഒക്കില്ല. ആ രീതിയിൽ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത. ഞാൻ അല്പം മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞു, ഇത് ഡിജിറ്റൽ യുഗമാണ്. തകരാനാണെങ്കിലും നന്നാവാനാണെങ്കിലും വർഷങ്ങളോ മാസങ്ങളോ എടുക്കണ്ട, മണിക്കൂറുകൾ പോലും വേണ്ട. ആ രീതിയിൽ കാര്യങ്ങൾ മറിയാണ്. സ്വർണം നമ്മുടെ മമ്മൂക്കയുടെ കാമുകിയെക്കുറിച്ച് പറയുമല്ലോ, വെണ്ണില ചന്ദനക്കിണ്ണം കായലിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോയി. ഇനി അത് തിരിച്ചു വരില്ല. ഇനി നമുക്ക് സ്വർണം വാങ്ങിക്കാൻ ഒക്കില്ല. കാരണം സ്വർണത്തിന് ഗ്രാമിന് 11,000 ടച്ച് ചെയ്യാൻ പോയാണ്. 11,000 1 ഗ്രാമിന് 22 ക്യാരറ്റ്. 1 ഗ്രാം സ്വർണത്തിന് 11,000 ആവാൻ പോയാണ്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വില അനുസരിച്ച് 1 ഗ്രാമിന് ഇവിടെ കൊല്ലത്ത് 10,845 രൂപ, പവന് 86,760 രൂപ. ഓക്കെ, അപ്പോൾ ഇത് 11,000 ആവും. നാളെ ചിലപ്പോൾ ഇടിയാനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട്. ചെറിയതായിട്ട് ഇടിയെങ്കിലും ചെറുതായിട്ടൊക്കെ ഇടിയത്തുള്ളൂ. നാളെ ഇത് വില ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് ഔൺസിന് $3,871 വരെ ഉയർന്നിട്ട് ഇപ്പോൾ ഏകദേശം 3,793 നിൽക്കുന്നത്. ഇപ്പോൾ അത് സെക്കൻഡുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വില, ഇൻ്റർനാഷണൽ ലെവലിലുള്ള വില, അത് മണിക്കൂറുകൾക്ക് മുമ്പ് ഏതാണ്ട് 3 മണിക്കൂറോളം മുമ്പ് $3,871 ആയിരുന്നു ഔൺസിന്. ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28.5 ഗ്രാം, ഏകദേശം 22 ക്യാരറ്റിൻ്റെ വിലയാണ് ഈ പറയുന്നത്. അപ്പോൾ അത് 3,793-നും 3,871-നും ഇടയ്ക്കാണ് കളിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3,800 നിൽക്കുന്നത് $3,800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $3,871 ആയിട്ട് ഉയർന്നിട്ട് അത് 3,800 ആ ലെവലിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇടിവ് തുടർന്നാൽ ചിലപ്പോൾ നാളെ സ്വർണത്തിന് ഇച്ചിരി വില കുറയായിരിക്കും. പക്ഷേ മിക്കവാറും ഈ ആഴ്ചയിൽ തന്നെ
അത് 11,000 കടക്കും. 1 ഗ്രാമിന് ഇവിടെ കൊല്ലത്തെ വില, കേരളത്തിലെ വില 11,000 കടക്കും 1 ഗ്രാമിന്. അതുകൊണ്ട് നമ്മൾ ഞങ്ങളുടെ സ്വർണ്ണ കപ്പ് കണ്ടോ, കരണ്ടി, ഇതൊക്കെ അങ്ങ് സ്വർണ്ണമായിട്ട് സങ്കല്പിക്കുക. ഇനി അതേ നടക്കത്തുള്ളൂ. സങ്കല്പത്തിലുള്ള സ്വർണം മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ, വിധിച്ചിട്ടുള്ളൂ. നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ്. നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ സ്വർണം പവൻ കണക്കിനൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇനി ഏറിപ്പോയാൽ 10 പവൻ അല്ലെങ്കിൽ 20 പവനൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഈ വില കൂടുന്നു? അത് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം, എല്ലാ ഗവൺമെൻറ്റുകളും സ്വർണം വാങ്ങിച്ചു കൂട്ടിയാണ്. അവർ ഈ കമ്മലും മാലയൊന്നും അല്ല വാങ്ങുന്നത്, ബാറുകളാണ് വാങ്ങുന്നത്. ബാറുകൾ, സ്വർണ്ണ ബാറുകൾ. സ്വർണ്ണ ബിസ്ക്കറ്റ് പോലുമില്ല, ബിസ്ക്കറ്റിൻ്റെ കാലം കഴിഞ്ഞ്. ഇപ്പോൾ ബാറുകൾ അനുസരിച്ച് രാജ്യങ്ങളും ബാങ്കുകളും അതുപോലെ തന്നെ മറ്റ് ഈ നിക്ഷേപകരെന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. നമുക്ക് മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്തൊരു വിഭാഗമാണത്. അവരെ നമുക്ക് നേരിട്ട് കാണാനൊന്നും ഒക്കത്തില്ല. അവർ എവിടെ നിക്ഷേപം ഉണ്ടോ അവിടെ എല്ലാം ചെന്ന് ചാടി വീഴുന്ന ആൾക്കാരാണ്. കോടിക്കണക്കിന് ഡോളർ ഇട്ട് കളിക്കുന്ന ആൾക്കാർ. അവരാണ് ഈ സാധനം വാങ്ങി കൂട്ടുന്നത്. അല്ല നമ്മുടെ സാധാരണക്കാരൊന്നും പെട്ടെന്ന് ലോട്ടറി അടിച്ചൊന്നും ചെന്ന് വാങ്ങിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ലോകം അതിദ്രുതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡോളറിൻ്റെ വിലയൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് കണക്കാക്കുമ്പോൾ 88 രൂപ 80 പൈസയായിരുന്നു ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ്. ഇപ്പോൾ അത് എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇടയ്ക്ക് നോക്കിയപ്പോൾ ഡോളർ ഇൻഡെക്സിൻ്റെ, അതായത് യൂറോപ്യൻ കറൻസികളുമായിട്ടുള്ള അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയം ഏകദേശം 97 ചില്ലറ ആയി കിടക്കുകയാണ്. അതെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇടിയാൻ മണിക്കൂറുകളൊന്നും വേണ്ട, സെക്കൻഡുകൾ മതി. കാരണം ചൈനയും ജപ്പാനും ഒക്കെ കൊണ്ടുവന്ന് ഡോളറൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അവർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾ പോലും വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ 10, 20, 30% ഇടിയും. എന്തായാലും വളരെ അതിനിർണായകമായ, എക്സ്ട്രീംലി ക്രിട്ടിക്കലായിട്ടുള്ള ദിവസങ്ങളോ മാസങ്ങളോ അല്ല, മണിക്കൂറുകൾ പോലുമല്ല നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായ, അതിനിർണായകമായ നിമിഷങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം 8 മിനിറ്റായി. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് നോക്കണം. ഇനി ഡോളർ എത്ര ആയി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതിദ്രുതം ലോകം നിർണായക മാറ്റങ്ങൾ ഉണ്ടാവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മാറി മറിയുകയാണ്. ഇതിന് മുമ്പിട്ട വീഡിയോ പറഞ്ഞ പോലെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് തകരാനാണെങ്കിലും നന്നാവാനാണെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ അത് സംഭവിക്കും. ലോകത്ത് അതീവ നിർണായകമായ, സിവിയർലി ക്രിട്ടിക്കലായിട്ടുള്ള സെക്കൻഡുകളിൽ കൂടിയാണ് മനുഷ്യവംശം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ ലോകത്ത്, നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും വരാത്ത വാർത്തകളൊക്കെ ഞാൻ പൊക്കിയെടുത്ത് നമ്മുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അറിയാൻ വേണ്ടി
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം വിട പറയുന്നു. നമസ്കാരം, ശുഭദിനം.